കോഴിക്കോട് സെന്റ് വിൻസെന്റ് ഹോമിലെ നിർധനരായ പെൺകുട്ടികൾക്ക് ആശ്രയമാവുകയാണ് അമുഫ് ജോ എന്ന സൗഹൃദ കൂട്ടായ്മ. കൂട്ടായ്മയുടെ 9ാം വാർഷിക ദിനത്തിൽ 4.5 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച പഠനമുറിയാണ് ഈ കുട്ടികളിലേക്ക് എത്തുന്നത്. വിശേഷങ്ങൾ, ഭാവിയിൽ ആരാകണം, എങ്ങനെയാകണമെന്നെല്ലാം തീരുമാനിച്ചുറപ്പിച്ച ആത്മവിശ്വാസം. പറഞ്ഞു വരുന്നത് കോഴിക്കോട് നഗരത്തിലെ സെന്റ് വിൻസെന്റ് ഹോമിലെ അന്തേവാസികളായ പെൺകുട്ടികളെ കുറിച്ചാണ്. ഭാവിയിൽ വിവിധ മേഖലകളിൽ കാലുറച്ചു നിൽക്കാൻ പാകത്തിന് വളരണമെന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. ഇനി ആഗ്രഹ സഫലീകരണത്തിനുള്ള ദൂരം കുറയും. കുട്ടികളുടെ പഠന മികവിനും വിനോദത്തിനുമായി ആൻഡ്രോയിഡ് ടിവിയും വെബ് ക്യാമറയും ഇന്റർനെറ്റ് കണക്ഷനും അടക്കമുള്ള വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനെല്ലാം മുന്നിൽ നിൽക്കുന്നത് നിശ്ചയദാർഢ്യമുള്ള കുറച്ച് ചെറുപ്പക്കാരും. ഞങ്ങളുടെ 9ാം വാർഷിക ദിനമായ ഇന്ന് കോഴിക്കോട്ടെ സെന്റ് വിൻസെന്റ് ഹോമിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപകാരപ്പെടുന്ന വ്യത്യസ്തമായ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്കൊരു സ്മാർട്ട് ക്ലാസ് റൂം ഇന്ന് ഇവിടെ ഒരുക്കി ഔദ്യോഗികമായിട്ട് കൈമാറുന്നത്. ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരുക്കിയ സ്മാർട്ട് ക്ലാസ്സാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് കുട്ടികൾ പഠിക്കുന്ന മുറി എപ്പോഴും നല്ല ഒരു ആംബിയൻസിൽ, നല്ല കളർഫുള്ളായിട്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണെങ്കിൽ കുട്ടികൾക്ക് അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ഒരു ആഗ്രഹം എന്തായാലും ഉണ്ടാവും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടിൻ്റെ പുറത്ത് കോഴിക്കോട്ടെ പല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലും ഞങ്ങൾ കുട്ടികൾ പഠിക്കുന്ന മുറി വളരെ കളർഫുള്ളായി ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഇക്കുറി ഇവിടെ സെന്റ് വിൻസെന്റ് ഗേൾസ് ഹോമിലെ കുട്ടികൾക്ക് ഒരു സ്മാർട്ട് ക്ലാസ് ഒരുക്കിയിരിക്കുന്നത്. സാങ്കേതിക വിദ്യകളുടെ കരുത്തിൽ ഇനി ഇവർക്ക് നന്നായി പഠിക്കാം. എല്ലാ കുട്ടികളോടുമൊത്ത് അതിവേഗത്തിൽ മുന്നേറാം. കൂടെ സുമനസ്സുകൾ നൽകുന്ന പരിഗണനകൾ ഈ കുട്ടികളുടെ നിലനിൽപ്പിന്റെ ഊർജ്ജമാകും. കൂട്ടായ്മകൾ പകർന്നു നൽകുന്ന കരുത്തിൽ സെന്റ് വിൻസെന്റ് ഹോമിലെ പെൺകുട്ടികൾ സ്മാർട്ടാകും. വസീം മുഹമ്മദിനൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്.